ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ് ആണല്ലേ. നമ്മൾ 2 ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്ന എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. തുടങ്ങാം. ഞാൻ ഈ ഒരു ഹാൻഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ വേറൊരാളെ കയ്യിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഹാൻഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങിയാലോ. റിസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ഒരു 4 ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ തിന്നായിട്ടുള്ള 4 ലൈൻ ചെയ്ത് കൊടുക്കാം. ഡ്രേപ്പിംഗ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതേ ലെവലിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഫോർ ലൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്, ഇതിൻ്റെ സെൻറ്ററിലുള്ള 2 ലൈൻ എന്ത് ചെയ്തു, നമ്മൾ തിക്ക് ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ 2 ലൈനിനെ തിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ 2 സൈഡിലും ഹംസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഹംസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലൈനിൽ ചെയ്ത് കൊടുത്തു. ഇനി താഴെയുള്ള ലൈനിലും ഹംസ് തന്നെ ചെയ്ത് കൊടുക്കാം. നല്ല നീറ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ഇതേ ലെവലിൽ തന്നെ ഹംസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 2 ലൈനിലും 4 ലൈൻ സെറ്റ് ചെയ്തു. സെൻറ്ററിലുള്ളത് ഫോൾഡ് ചെയ്ത് കൊടുത്തു. 2 വശത്തും ഹംസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത്, നമ്മൾ സ്പൈറൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്പൈറൽ താഴെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ബോർഡറിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബോർഡറാണ്. അപ്പോൾ ഈ ഒരു ബോർഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു സ്പൈറൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പൈറൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്പൈറലിൽ ഹംസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹംസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്പൈറൽ വിത്ത് ഹംസിൻ്റെ മുകളിലായിട്ട് ഇതുപോലുള്ള പെറ്റലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രിൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫ്രിൽസ് കുറച്ച് അത്യാവശ്യം ഈ ഒരു സൈസിൽ ചെയ്ത് കൊടുക്കാം. നമുക്കത് പെറ്റൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ ഒരു ഫ്രിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ ക്രിയേറ്റ് ആവും. ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, ഫ്രിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ളൊരു ഫ്ലവർ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഷെയ്ഡിങ് എഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ലൈന് ഇതുപോലെ ലൈറ്റായിട്ട് ലൈന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രഷർ കുറച്ച് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ഒരു 2 ലൈന് ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പെറ്റൽസിനെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബോൾഡ് ചെയ്യാം. ബോൾഡായിട്ടുള്ള ഒരു ഫ്ലവർ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ നമ്മൾ ഈ ബാക്കിയുള്ള ഹംസിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ താഴെ നമുക്ക് ഡ്രോപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഡ്രോപ്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒരു ലെങ്തി ആയിട്ടുള്ള ഡ്രോപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് അതിനേക്കാളും സൈസ് കുറച്ചിട്ടുള്ള ഡ്രോപ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസിൽ ഔട്ടർ ലൈനിൽ എന്ത് ചെയ്തു, ഓരോരോ കോർണറിലും 3 ഡ്രോപ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാം സൈഡ്, നമ്മളെ കൈൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് പാം സൈഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത്, ഇവിടെ സ്പൈറൽ വിത്ത് ഹംസ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയിൽ നന്നായിട്ട് ലൂപ്പ് ചെയ്തിട്ടുള്ള സ്പൈറൽ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഹംസ് സെറ്റ് ചെയ്യാം.
ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്പൈറൽ വിത്ത് ഹംസ് ഈ ഒരു ലൈനിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്പൈറലിൽ നിന്ന് ഹാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ലൈന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഒരു 2 ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ബ്രേക്ക് ആയാൽ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാം. പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. ആ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ആയ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അകത്താണ് ഫില്ലിങ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫില്ലിങ് കൊടുക്കുന്നത്? നമ്മൾ ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ലൈന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലുള്ള ആ ഒരു ലൈന് ആ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വരുന്ന ആ ഒരു കർവി ആയിട്ടുള്ള ലൈനിലേക്ക് ഒരു ലൈന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ 2 സൈഡും ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി വീണ്ടും അതിൻ്റെ 2 സൈഡിലുള്ള ലൈന് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈനൂടെ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഇതേ ലെവലിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടേക്ക് ലൈന് കണക്ട് ചെയ്ത് കൊടുത്തു ഈ ഒരു ലൈനിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ലൈനിൽ നിന്ന് എൻഡിലുള്ള ആ ഒരു ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ലെവലിൽ ലൈൻ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഓരോ ലൈനിൻ്റെയും ഈ ഒരു കോർണറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡോട്ട്, ആ ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സെയിം നമ്മളിപ്പോൾ ചെയ്ത ഇതേ ലെവലിൽ തന്നെ ഓരോ കോർണറും ചെയ്തെടുക്കാം.